അങ്ങനെ അനുമോൾ ഇന്നൊരു യേശുക്രിസ്തു ആയിരിക്കുകയാണ്. യേശുക്രിസ്തു അപ്പമാണ് എല്ലാവർക്കും പകുത്തു പകുത്തു കൊടുത്തതെങ്കിൽ ഇന്ന് അനുമോള് 1 കിലോ ചിക്കൻ 18 പേർക്ക് ഈക്വൽ ആയിട്ട് നല്ല സന്തോഷത്തോടെ കൊടുത്തിരിക്കുകയാണ്. അനുമോള് മാത്രമല്ല, ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളത് നമ്മുടെ ബാക്കി ഇപ്പൊ ഷാരിക, അതുപോലെ നൂറ, ആദില, നെവിൻ, ഇതൊക്കെ ആയിരുന്നു ടീം. പക്ഷെ അനുമോളാണ് കൂടുതൽ എഫേർട്ട് എടുത്തത് എന്നുള്ളത് ആ പറയുന്ന ടീമിനകത്തുള്ളവർ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ച കിച്ചൺ ടീം ഭയങ്കര ബോറായിരുന്നു. ഉച്ചയ്ക്ക് കറക്റ്റ് സമയത്തിന് ഇവർക്ക് ആർക്കും ചോറ് കിട്ടാറേയില്ല. പക്ഷെ ഇന്ന് പുതിയ കിച്ചൺ ടീം ഡ്യൂട്ടി എടുത്ത് അവർ തുടങ്ങിയ സമയം തൊട്ട് തന്നെ അനുമോളാണെങ്കിൽ റെനയെ അടുപ്പിക്കുന്നില്ല, ആരും ഇങ്ങോട്ട് വരണ്ട, അവർ ഓൾറെഡി തലേന്നേ പ്ലാൻ ചെയ്തു. അപ്പാനിയും എല്ലാവരുമായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നു, നമ്മൾ മാത്രമേ കിച്ചൺ ടീമിൽ നിൽക്കാൻ പാടുള്ളൂ, ഒരു പരാതിയും ഉണ്ടാകരുത്, ആരും വഴക്കിടാൻ പാടില്ല, ഇത്തരത്തിൽ ഇനി നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെയായിരുന്നു അനുമോളും അപ്പാനിയും ഒക്കെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ആ ഒരു ചിക്കൻ കറി വെക്കുന്ന പരിപാടി, ഇന്ന് ചിങ്ങം ഒന്നൊക്കെയാണ് അവർക്ക്. അപ്പോൾ ഇന്ന് അവർ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിനകത്ത് നല്ല രീതിയിൽ തന്നെ സക്സസ് ആയി എല്ലാവർക്കും നന്നായി ചോറും ചിക്കൻ കറിയും തോരനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെന ഫാത്തിമയൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ടേ ആ കിച്ചൺ ടീമിൽ ബഹളം കാണിച്ച് നടന്നത് റെനയായിരുന്നു. പക്ഷേ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ വീണ്ടും ചോദിച്ചു വാങ്ങിച്ച് ഒഴിച്ചു കൂട്ടി കൈയൊക്കെ നക്കി വടിച്ച് ഒരു വട്ടമല്ല പലവട്ടം നക്കി വടിച്ച ഒരു വ്യക്തിയായിട്ട് നമുക്ക് ലൈവിൽ റെന ഫാത്തിമയെ കാണാം. അനീഷ് ആണെങ്കിൽ എരിവും പുളിയും ഒക്കെ ആയിട്ട് കുറേ നാളിന് ശേഷമാണ് നന്നായിട്ടൊരു കറിയൊക്കെ കഴിച്ചത്. വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നെവിനും ഒട്ടും കുറയ്ക്കുന്നില്ല, നന്നായിട്ട് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നെവിനൊരു പരാതി, രാവിലെ വേറൊരു വഴക്ക് നടന്നായിരുന്നു. ചായ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, മീൻസ് കാപ്പി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫിൽറ്റർ വാട്ടർ കൊടുക്കാതെ അവിടുത്തെ പച്ചവെള്ളം ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് അനുമോള് കൊടുത്തു. ഇതൊരു വലിയ പ്രശ്നമാക്കി നെവിൻ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഗെയിൻ പറഞ്ഞിട്ട് അങ്ങനെ എന്തിനാ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഷാനവാസ് പറയുന്നുണ്ട്, അടുക്കളയിൽ കുറച്ച് സമാധാനം കൂടെ കൊടുത്തെങ്കിൽ ഇതിനും നന്നായിട്ട് നമുക്ക് കഴിക്കാമായിരുന്നു, അത് റെനയെ കുത്തി പറഞ്ഞതാണ്. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നിട്ട് പറഞ്ഞു നെവിൻ കുറച്ചും കൂടി അനുമോളിനെ ഒന്ന് കുത്തുന്നുണ്ട്, അതായത് ഇപ്പൊ ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു എന്ന രീതിയിലൊക്കെ, അതായത് അനുമോൾ കുറെ കൂടെ ഒക്കെ ഇപ്പോഴാണ് ഭൂമിയിലൊന്ന് കാലുറച്ച് നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ കുറെ പറയുന്നുണ്ട്. പിന്നെ അപ്രിഷിയേറ്റ് ചെയ്തതിൽ ബിന്നി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഞാൻ എടുത്തു പറയുന്നില്ല, ഇന്ന ആളെന്ന് പറയുന്നില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തു, നല്ലയാണ് എന്നൊക്കെ. എന്ന് വെച്ചാൽ അനുമോളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ബിന്നിക്ക് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ കാര്യം. ഒനീല് ഒന്നും പറയാനില്ല. ഒനീലിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡ് കുക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒനീൽ ഇതാ ഈ ഒരു പോസ്ചർ മാത്രമേ ഉള്ളൂ, ഒനീല് അത്രയേ ഉള്ളൂ. പിന്നെ ഷാനവാസും ഒനീലും അടുത്തടുത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. ആ പ്ലേറ്റ് ഇങ്ങനെ സൂം ചെയ്ത് ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം തൂത്ത് വടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നക്കി വടിച്ചത് റെന ഫാത്തിമയാണ് കേട്ടോ. എല്ലാവർക്കും ആവശ്യത്തിന് ആ ഒരു പാത്രത്തോടെ, ആ ഒരു ചരുവത്തോടെ, ചരുവം എന്നാണോ ചെമ്പെന്നാണോ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ആ പാത്രത്തോടെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഓടി നടന്ന് ചോറ് വിളമ്പിക്കൊടുത്തതും കറി വിളമ്പിക്കൊടുക്കുന്നതും എല്ലാം അനുമോള് തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓവർ സ്മാർട്ട്നെസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോള് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തോന്നുന്നിടത്തൊക്കെ ഇപ്പം എന്താണ് പ്രശ്നം അവിടൊക്കെ ഇടപെടാൻ നല്ലൊരു ഉശിര് കാണിക്കുന്നുണ്ട്. ആ ഒരു ഇടപെടൽ കുറച്ച് മുന്നേ, അതായത് ഈ ഇവർ ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ക്യാപ്റ്റൻസി എക്സ്ചേഞ്ച് ചെയ്തതുണ്ടല്ലോ, അതിനകത്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ആര്യന് ക്യാപ്റ്റൻസി ഷാനവാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ടീമിനെയൊക്കെ ആര്യൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോഴും ഷാനവാസ് അത് കേട്ടിട്ട് മിണ്ടാതിരുന്നു, അവിടെ വെച്ച് റിയാക്ട് ചെയ്തില്ല എന്നൊരു വലിയ ആരോപണം അക്ബർ പറയുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അക്ബർ നോമിനേഷനിൽ പോയി ഷാനവാസിന്റെ പേര് കൊടുത്തത് പോലും. പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ തുറന്ന് തന്നെ നമ്മുടെ ആര്യനെ അതൊരു താക്കീത് കൊടുക്കുകയാണ്. അതായത് ബിഗ് ബോസ് അറിയിക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അതിനൊക്കെ നേരവും കാലവും ഉണ്ട്, ചുമ്മാ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് തന്നെ ആര്യന് താക്കീത് പറയുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഷാനവാസ് കൈകൊട്ടി എഴുന്നേറ്റ് നിന്നിട്ട് കേട്ടാ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ അത് ഭയങ്കരമായിട്ട് വിഷമം വരികയും, ആര്യൻ അപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാവരും പറഞ്ഞു സപ്പോർട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്ന് ആര്യൻ അവിടെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ആര്യനെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ആര്യനെ അല്ല പറഞ്ഞത്, വേറെ ചിലരെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആര്യനെ അവിടെയും അനുമോൾ എണീറ്റ് നിന്ന് പറഞ്ഞു, ആര്യൻ ചെയ്തത് തെറ്റാണ് എന്ന് അനുമോള് മാത്രമാണ് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ ആര്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം, ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ബിന്നിയും റെന ഫാത്തിമയും അപ്പാനിയും കൂടെ ചേർന്ന് അവർ 3 പേരും കൂടെ ബാത്റൂമിൽ ആരോ ഫ്ലഷ് അടിക്കാതെ പോയി. അതായത് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് ഫ്ലഷ് അടിക്കാതെ പോയത് റെന ഫാത്തിമ ഉടനെ പറഞ്ഞ പേര് ആര്യൻ്റെതാണ്. അപ്പോൾ ബിന്നിയും പറയുന്നുണ്ട് ആര്യനാണെങ്കിൽ ഇത് സമ്മതിച്ചൊന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് പോയി പേഴ്സണലി പറയാൻ നിൽക്കാതെ ജനറൽ ആയിട്ട് ആരാണ് ഉപയോഗിച്ചത് അവർ പോയി ഫ്ലഷ് അടിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൈവ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഇനി ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് പറയാം. ഇന്നത്തെ ദിവസം റെന ഫാത്തിമ, നെവിൻ, അനുമോളൊക്കെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ജിസേലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ അനീഷിന്റെ പൊടി പോലും ഇല്ല. അനീഷ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആകണം. ലാലേട്ടൻ വന്ന് അനീഷിനെ ഉപദേശിച്ചപ്പോഴത്തേക്ക് അനീഷ് മിണ്ടാതെ മൂലയ്ക്ക് മാറിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങളുടെ കമന്റ് പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.